അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ചില പൊതുവായ ടേമുകളാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത്. നമുക്ക് പ്രോബ്ലമൊക്കെ ചെയ്യുമ്പോൾ വളരെയധികം അത്യാവശ്യമുള്ള ചില ടീമുകളാണ്. ഇതെല്ലാം നിങ്ങൾ ആദ്യം നോട്ട് എഴുതി തയ്യാറാക്കുക. അത്യാവശ്യമുള്ള നോട്ടുകൾ എഴുതി തയ്യാറാക്കുക. നിങ്ങളുടെ ഈ നോട്ടുകളൊക്കെ ഉണ്ട് എങ്കിൽ, നിങ്ങൾ കൊമേഴ്സ് ബിരുദധാരികളൊക്കെ ആണ് എങ്കിൽ നോട്ടൊന്നും എഴുതി തയ്യാറാക്കേണ്ട കാര്യമില്ല. അല്ലാത്തവരൊക്കെ എഴുതി തയ്യാറാക്കിയതിന് ശേഷം ഈ ഓഡിയോയും കൂടെ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറേയെങ്കിലും കാര്യങ്ങളൊക്കെ മനസ്സിലാകാനായി ശ്രമിക്കാം. അതേമാതിരി ഈ തിയറിയൊക്കെ നല്ലതായിട്ട് അറിയാവുന്നവർക്ക് മാത്രമേ പ്രോബ്ലവും ഭാഗത്തേക്ക് ചെല്ലുമ്പോഴും നല്ലതായിട്ട് പഠിക്കാനായിട്ട് പറ്റൂ. അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ചില ടീമുകൾ ഞാൻ പറയുന്നു. ഒന്ന്, ബിസിനസ് ട്രാൻസാക്ഷൻ. ബിസിനസ് ട്രാൻസാക്ഷൻ എന്താണ്? ട്രാൻസാക്ഷൻ, ഒരു ബിസിനസ്സുകാരൻ തൻ്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ക്രയവിക്രയങ്ങളിൽ ഏർപ്പെടുന്നു. ഇതിനെയാണ് നമ്മൾ ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് വിളിക്കുന്നത്. ശ്രദ്ധിക്കുക, ഒരു ബിസിനസ്സുകാരൻ തൻ്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ഇടപാടുകളിൽ അല്ലെങ്കിൽ ക്രയവിക്രയങ്ങളിൽ ഏർപ്പെടുന്നു. ഇതിനെ നമ്മൾ എന്തെന്ന് വിളിക്കാം? ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് വിളിക്കാം. എങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം? ട്രാൻസാക്ഷൻ മേ ബി ക്യാഷ് ഓർ ക്രെഡിറ്റ് ഓർ ബാർട്ടർ ട്രാൻസാക്ഷൻസ്. ബിസിനസ് ട്രാൻസാക്ഷൻ ഈസ് ഡീലിംഗ് ഓർ ആൻ ഈവൻറ്റ് വിച്ച് ഹാസ് ആൻ ഇമ്പാക്റ്റ് ഓൺ ദ ബിസിനസ്. ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് ഒരു ഡീലിംഗ് ആണ്. ഡീലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇടപാട്. ഓർ ആൻ ഈവൻറ്റ്, അല്ലെങ്കിൽ ഒരു സംഭവമാണ്, വിച്ച് ഹാസ് ആൻ ഇമ്പാക്റ്റ് ഓൺ ദ ബിസിനസ്. എന്തു തന്നെയായിരുന്നാലും, ഇടപാടായിരുന്നാലും സംഭവമായിരുന്നാലും അത് ബിസിനസ്സിനെ സ്വാധീനിക്കണം. ഒരു എക്സാമ്പിൾ പറയാം. ഞാനൊരു ബേക്കറി കട നടത്തുന്നു, വേറൊരാളും ഒരു ബേക്കറി കട നടത്തുന്നു. അപ്പുറത്തെ ബേക്കറി കടയിൽ വന്ന ഒരാൾ ചായ കുടിച്ചിട്ട് പോകുന്നു. ഇത് എൻ്റെ ബേക്കറി കടയെ എന്നെ എന്ത് ചെയ്യുന്നില്ല? സ്വാധീനിക്കുന്നില്ല. എന്നെ സ്വാധീനിക്കണമെങ്കിൽ എൻ്റെ ബേക്കറിയിൽ കയറി ചായ കുടിച്ചെങ്കിൽ മാത്രമേ എന്നെ സ്വാധീനിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് എ ബിസിനസ് ട്രാൻസാക്ഷൻ ഈസ് ഡീലിംഗ്, ഇടപാടല്ലെങ്കിൽ ഓർ ആൻ ഈവൻ, സംഭവം, വിച്ച് ഹാസ് ആൻ ഇമ്പാക്റ്റ് ഓൺ ബിസിനസ്. ഇടപാടായിരുന്നാലും സംഭവമായിരുന്നാലും ബിസിനസ്സിനെ എന്ത് ചെയ്യണം? സ്വാധീനിക്കണം. ദാറ്റ് മീൻസ് ട്രാൻസാക്ഷൻ റിസൾട്ട് ഇൻ ആൻ എക്സ്ചേഞ്ച് ഓഫ് വാല്യൂ. ഈ ഇടപാടിൻ്റെ പിന്നിൽ ഒരു വാല്യുബിൾ ആയിട്ടുള്ള തിങ് എക്സ്ചേഞ്ച് ചെയ്യണം. ട്രാൻസാക്ഷൻ റിസൾട്ട് ഇൻ ആൻ എക്സ്ചേഞ്ച് ഓഫ് വാല്യൂ. ട്രാൻസാക്ഷൻ്റെ റിസൾട്ട് എന്നാണ് റിസൾട്ട്? വാല്യൂ എന്ത് ചെയ്യണം? കൈമാറണം. ട്രാൻസാക്ഷൻ മേ ബി ക്യാഷ് ഓർ ക്രെഡിറ്റ് ഓർ ബാർട്ടർ ട്രാൻസാക്ഷൻ. ഇടപാടുകളെ കണക്ക് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളാണ്, ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഇടപാടുകളെ നമുക്ക് മൂന്നായി തരംതിരിക്കാം: ക്യാഷ് ട്രാൻസാക്ഷൻ, ആൻഡ് ദെൻ ദ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ, ആൻഡ് ദെൻ ദ ബാർട്ടർ ട്രാൻസാക്ഷൻ. ട്രാൻസാക്ഷൻ ഇൻവോൾവിംഗ് ഇമ്മീഡിയറ്റ് റെസിപ്റ്റ് ഓർ പേയ്മെൻറ്റ് ഓഫ് മണി are called cash transaction. That means the transaction involving immediate payment or receipt of money, that is known as the cash transaction. ഞാനൊരു കടയിൽ കയറി ചായ കുടിക്കുന്നു. ചായക്ക് എത്ര രൂപയായി? 10 രൂപയായി. 10 രൂപ ഞാൻ അന്നേരം കൊടുക്കുന്നു. That is known as the cash transaction. Transaction involving immediate receipt or payment of money. അതായത് ചായ കുടിച്ച ആ മൊമെൻറ്റിൽ തന്നെ ഞാൻ 10 രൂപ കൈമാറി. ഇതിനെയാണ് എന്തൊരു ട്രാൻസാക്ഷൻ എന്ന് വിളിക്കുന്നത്? ക്യാഷ് ട്രാൻസാക്ഷൻ എന്ന് വിളിക്കുന്നത്. രണ്ടാമത്തെ കേസ് ശ്രദ്ധിക്കുക. പേയ്മെൻറ്റ് ഫോർ ട്രാൻസാക്ഷൻ ഈസ് പോസ്റ്റ്പോൺഡ് ടു ഫ്യൂച്ചർ ഡേറ്റ് ഓർ ലേറ്റർ ഡേറ്റ്. രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കുക. പേയ്മെൻറ്റ് ഫോർ എ ട്രാൻസാക്ഷൻ ഈസ് പോസ്റ്റ്പോൺഡ് ടു ഫ്യൂച്ചർ ഡേറ്റ് ഓർ ലേറ്റർ ഡേറ്റ്. രണ്ടാമത്തെ കേസിൽ ഞാനൊരു കടയിൽ കയറി ചായ കുടിക്കുന്നു. ചായക്ക് 10 രൂപയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു 10 രൂപ എൻ്റെ ചില്ലറയില്ല, അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ഇന്ന് പൈസ എടുത്തിട്ടില്ല, നിങ്ങൾ കുറിച്ചേരെ, ഞാൻ പിന്നീട് വരുമ്പോൾ, അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞ് വരുമ്പോൾ, അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ ഈ പണം തന്നോളാം. ഇതാണ് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ. ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ്റെ പ്രത്യേകത എന്താണ്? പണം കൊടുക്കത്തില്ല എന്നല്ല അർത്ഥം. പണം കൊടുക്കുന്നത് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കുന്നു. ദാറ്റ് ഈസ് നോൺ ആസ് ദ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ. വാട്ട് യു മീൻ ബൈ ക്യാഷ് ട്രാൻസാക്ഷൻ? The immediate payment or receipt of money, that is known as the cash transaction. The payment of money or the payment of transaction postpones, മാറ്റിവെക്കുന്നു, to a later date or to a future date, that is known as the credit transaction. And then the barter transactions, സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറുന്ന വ്യവസ്ഥയാണ് എന്തെന്ന് വിളിക്കുന്നത്? ബാർട്ടർ ട്രാൻസാക്ഷൻ. അത് ആധുനിക ലോകത്ത്, മോഡേൺ വേൾഡിൽ ഇത്തരത്തിലുള്ള ഇടപാടുകളില്ല. അതുകൊണ്ട് ബാർട്ടർ ട്രാൻസാക്ഷൻ നമുക്ക് പഠിക്കേണ്ട കാര്യമില്ല. അപ്പം ട്രാൻസാക്ഷൻ ക്യാൻ ബി ഡിവൈഡഡ് അണ്ടർ 2 heads.
വാട്ട് യു മീൻ ബൈ ട്രാൻസാക്ഷൻസ്? ഒരു ബിസിനസ്സുകാരൻ തൻ്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ധാരാളം ക്രയവിക്രയങ്ങൾ ഏർപ്പെടുന്നു. ഇതിനെ ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് വിളിക്കാം. എങ്ങനെ ഇംഗ്ലീഷ് പറയാം? ബിസിനസ് ട്രാൻസാക്ഷൻ ഈസ് ഡീലിംഗ് ഓർ ആൻ ഇവൻറ്റ്, ഇടപാട് അല്ലെങ്കിൽ സംഭവം വിച്ച് ഹാസ് ആൻ ഇമ്പാക്റ്റ് ഓൺ ബിസിനസ്, അത് ബിസിനസ്സിനെ സ്വാധീനിക്കണം. ദാറ്റ് മീൻസ് ദ ബിഹൈൻഡ് എക്സ്ചേഞ്ച് ഓഫ് വാല്യൂ, ഈ ഇടപാടിൻ്റെ പിന്നിൽ എന്ത് കൈമാറിയിരിക്കണം? വാല്യുബിൾ ആയിട്ടുള്ളൊരു സംഗതി കൈമാറിയിരിക്കണം. ദ ട്രാൻസാക്ഷൻ മെയിൻലി ഡിവൈഡഡ് അണ്ടർ ടു ഹെഡ്സ്, ദ ക്യാഷ് ട്രാൻസാക്ഷൻ ആൻഡ് ദ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ. വാട്ട് യു മീൻ ബൈ ക്യാഷ് ട്രാൻസാക്ഷൻ? Transaction involving the immediate payment or receipt of money, that is known as a cash transaction. The payment of money or payment of transaction postponed to a future date or later date, that is known as the credit transaction. Okay, അടുത്തൊരു ടേമിലേക്ക് പോകുന്നു. ക്യാപിറ്റൽ. ക്യാപിറ്റൽ എന്ന വാക്കിൻ്റെ അർത്ഥം മൂലധനം. ഒരു ബിസിനസ് ആരംഭിക്കണമെങ്കിൽ അതിന് മുതൽ മുടക്കണം അല്ലെങ്കിൽ പണം മുടക്കണം. ഇതിനെയാണ് നമ്മൾ ക്യാപിറ്റൽ എന്ന വാക്ക് കൊണ്ട് ഉപയോഗിക്കുന്നത്. ഏതൊരു ബിസിനസ് ആരംഭിക്കണമെങ്കിലും അതിന് മുതൽ മുടക്കണം. ആ മുതൽ മുടക്കിനെയാണ് നമ്മൾ എന്നാന്ന് പറയുന്നത്? ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ദിസ് ഈസ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് മെയ്ഡ് ബൈ ദ ഓണേഴ്സ് ഇൻ ദ ബിസിനസ്. ക്യാപിറ്റൽ ഈസ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് മെയ്ഡ് ബൈ ഓണർ. ഓണർ എന്ന് പറഞ്ഞാലാണ് മുതലാളി ഇൻ ദ ബിസിനസ്. ബിസിനസ്സിൽ മുതലാളി മുടക്കുന്ന പണത്തെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ബിസിനസ്സിൽ മുതലാളി മുടക്കുന്ന പണത്തെ എന്നാന്ന് വിളിക്കാം? ബിസിനസ്സിൽ മുതലാളി മുടക്കുന്ന പണത്തെ എന്തെന്ന് വിളിക്കാം? ക്യാപിറ്റൽ അല്ലെങ്കിൽ മൂലധനം എന്ന് പറയാം. അതർ നൈം ഓണേഴ്സ് ഇക്വിറ്റി ഓർ നെറ്റ് വർത്ത്. ക്യാപിറ്റലിൻ്റെ മറ്റ് ചില പേരുകളാണ് ഓണേഴ്സ് ഇക്വിറ്റി ഓർ നെറ്റ് വർത്ത്. മറ്റു പേരുകൾ ശ്രദ്ധിക്കുക, ഓണേഴ്സ് ഇക്വിറ്റി ഓർ നെറ്റ് വർത്ത്. മറ്റൊരു ടീമിലേക്ക് പോകുന്നു. ഡ്രോയിങ് എന്ന് പറഞ്ഞാൽ പിൻവലിക്കുക. വിഡ്രാവൽ ഓഫ് ഗുഡ്സ് or cash from the business by the owner for personal use is called drawing. ആദ്യം മലയാളം പറയാം. ബിസിനസ്സിൻ്റെ മുതലാളി തൻ്റെ വ്യക്തിപരമായ ആവശ്യത്തിനു വേണ്ടി, തൻ്റെ ഭാര്യയുടെ ആവശ്യത്തിനു വേണ്ടി, തൻ്റെ പിള്ളേരുടെ ആവശ്യത്തിനു വേണ്ടി, തൻ്റെ വീട്ടാവശ്യത്തിനു വേണ്ടി പണമോ ഗുഡ്സോ പിൻവലിച്ചാൽ അതിനെ ഡ്രോയിങ് എന്ന് പറയും. ഒരിക്കൽ കൂടി പറയുന്നു. ബിസിനസ്സിൻ്റെ മുതലാളി തൻ്റെ വ്യക്തിപരമായ ആവശ്യത്തിനു വേണ്ടി, തൻ്റെ ഭാര്യയുടെ ആവശ്യത്തിനു വേണ്ടി, തൻ്റെ പിള്ളേരുടെ ആവശ്യത്തിനു വേണ്ടി, തൻ്റെ വീട്ടാവശ്യത്തിനു വേണ്ടി പണമോ ഗുഡ്സോ പിൻവലിച്ചാൽ, ബിസിനസ്സിൽ നിന്നും പിൻവലിച്ചാൽ അതിനെ ഡ്രോയിങ് എന്ന് പറയാം. എങ്ങനെ ഇംഗ്ലീഷ് പറയാം? വിഡ്രാവൽ ഓഫ് ഗുഡ്സ് ഓർ ക്യാഷ് ഫ്രം ദ ബിസിനസ് ബൈ ദ ഓണർ ഫോർ പേഴ്സണൽ യൂസ്. വിഡ്രാവൽ ഓഫ് ഗുഡ്സ്, സാധനങ്ങളോ സാധന സാമഗ്രികളോ, ക്യാഷ് ഫ്രം ദ ബിസിനസ്, ആരാണ് പിൻവലിക്കുന്നത്? ബൈ ദ ഓണർ. എന്തിനു വേണ്ടിയിട്ടാണ് പിൻവലിക്കുന്നത്? ഫോർ പേഴ്സണൽ യൂസ്, വ്യക്തിപരമായ ആവശ്യത്തിന്. ഈസ് കാൾഡ് ഡ്രോയിങ്. അപ്പോൾ ചിലർ ശ്രദ്ധിക്കും അതെന്തിനാണ് റെക്കോർഡ് ചെയ്യുന്നത്. നമ്മൾ അടുത്ത ചാപ്റ്ററിൽ അതൊക്കെ പഠിക്കുന്നുണ്ട്. സെപ്പറേറ്റ് എൻറ്റിറ്റി കോൺസെപ്റ്റാണ് ഫോളോ ചെയ്യുന്നത്. ഈ കോൺസെപ്റ്റ് അനുസരിച്ച് ബിസിനസ് ആൻഡ് ദ ബിസിനസ് മാൻ ഈസ് ഡിഫറൻറ്റ്. ബിസിനസ്സും ബിസിനസ്മാനും ഒന്നല്ല, പിന്നെ എന്നാണ്? രണ്ടാണ്. നമ്മളെപ്പോഴും ആരുടെ ഭാഗത്ത് നിന്നാണ് ചിന്തിക്കുന്നത്? ബിസിനസ്സിൻ്റെ ഭാഗത്ത് നിന്നാണ് ചിന്തിക്കുന്നത്. നല്ലൊരു ബിസിനസ്സുകാരൻ തൻ്റെ വീട്ടാവശ്യത്തിന് വേണ്ടിയോ എന്തെങ്കിലും പണമോ ഗുഡ്സോ ബിസിനസ്സിൽ നിന്നും പിൻവലിച്ചാൽ അത് റെക്കോർഡ് ചെയ്യണം. ഇതാണ് ഡ്രോയിങ് എന്ന് പറയുന്നത്. വിഡ്രാവൽ ഓഫ് ഗുഡ്സ് ഓർ ക്യാഷ് ഫ്രം ദ ബിസിനസ് ബൈ ദ ഓണർ ഫോർ പേഴ്സണൽ യൂസ് ഈസ് കാൾഡ് ഡ്രോയിങ്. അടുത്ത ഒരു ടേമിലേക്ക് പോകുന്നു. ലയബിലിറ്റീസ്. എന്താണ് ലയബിലിറ്റീസ്? നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന വാക്കാണ്. എനിക്കൊട്ടേറെ ബാധ്യതകളുണ്ട്. ലയബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലയബിലിറ്റീസ് ആർ ദ ഒബ്ലിഗേഷൻ ഓർ ഡെപ്റ്റ്സ് പേയബിൾ ബൈ ദ എൻ്റർപ്രൈസ് ഇൻ ഫ്യൂച്ചർ. ഭാവിയിൽ ബിസിനസ്, എൻ്റർപ്രൈസ് എന്ന് പറഞ്ഞാൽ ബിസിനസ്, ഭാവിയിൽ ബിസിനസ് നൽകേണ്ട കടത്തെ അല്ലെങ്കിൽ ബാധ്യതയാണ് എന്തെന്ന് വിളിക്കുന്നത്? ലയബിലിറ്റീസ് എന്ന് വിളിക്കുന്നത്. ഇൻ ഫോം ഓഫ് മണി ഓർ ഗുഡ്സ്. ഈ ബാധ്യത എന്ന് പറയുന്നത് ഒന്നുകിൽ മണി ആയിരിക്കാം അല്ലെങ്കിൽ ഗുഡ്സ് ആയിരിക്കാം. മറ്റു രീതിയിൽ എങ്ങനെ പറയാം? ഇറ്റ് ഈസ് പ്രൊപ്രൈറ്റേഴ്സ് ഓർ ക്രെഡിറ്റേഴ്സ് ക്ലെയിം അഗൈൻസ്റ്റ് ദ അസറ്റ്സ് ഓഫ് ബിസിനസ്. ബിസിനസ്സിൻ്റെ ആസ്തിക്കെതിരെ ബിസിനസ്സിൻ്റെ പ്രൊപ്രൈറ്റർ എന്ന് പറഞ്ഞാൽ മുതലാളി, ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിന് പണം കടം കൊടുത്തവർ. അപ്പം ബിസിനസ്സിൻ്റെ മുതലാളി അല്ലെങ്കിൽ ബിസിനസ്സിന് പണം കടം കൊടുത്തവർ ബിസിനസ്സിൻ്റെ ആസ്തിക്കെതിരെ ഉന്നയിക്കുന്ന ക്ലെയിം, വാദഗതിയാണ് എന്തെന്ന് വിളിക്കുന്നത്? ലയബിലിറ്റീസ് എന്ന് വിളിക്കുന്നത്. ഒരാൾ പറയുന്നു എനിക്ക് 5 ലക്ഷം രൂപയുടെ ആസ്തി ഉണ്ടെന്ന് പറയുന്നു. ഞാൻ പറയുന്നു 5 ലക്ഷം രൂപയുടെ ആസ്തിയൊക്കെ ഉണ്ട്, പക്ഷേ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച 1 ലക്ഷം രൂപ കഴിഞ്ഞ് തിരിച്ചു തരണേ എന്ന് പറഞ്ഞാൽ അയാളുടെ ആസ്തിക്കെതിരെ ഞാൻ ക്ലെയിം ഉന്നയിക്കുന്നു. ആ ക്ലെയിമിനെയാണ് ലയബിലിറ്റി എന്ന് വിളിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു
5,00,000 ആസ്തിയുണ്ട്. ഓക്കെ, ഞാനതൊക്കെ സംബന്ധിച്ചു. ഇയാൾക്ക് 5,00,000 ആസ്തിയുണ്ട്. പക്ഷേ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച 1,00,000 എനിക്ക് തിരിച്ചു തരണം എന്ന് പറഞ്ഞാൽ അയാളുടെ ആസ്തിക്കെതിരെ ഞാൻ ക്ലെയിം ഉന്നയിക്കുന്നു. ഈ ക്ലെയിമിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ലയബിലിറ്റീസ് എന്ന് വിളിക്കുന്നത്. മനസ്സിലാവേണ്ടവർക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ലയബിലിറ്റീസ് ആർ ദ ഓബ്ലിഗേഷൻ ഓർ ഡെബ്റ്റ്സ് പേയബിൾ ബൈ ദ എൻ്റർപ്രൈസ് ഇൻ ഫ്യൂച്ചർ in form of money or goods. It is proprietors or creditors' claims against the assets of business. Liabilities can be grouped under short-term liabilities and long-term liabilities. Short-term liabilities which becomes due and payable within a period of 1 year. വളരെ പെട്ടെന്ന് കൊടുക്കേണ്ട ലയബിലിറ്റിയെ നമുക്ക് ഷോർട്ട് ടൈം ലയബിലിറ്റീസ് എന്ന് വിളിക്കാം. ഫോർ എക്സാമ്പിൾ ക്രെഡിറ്റേഴ്സ് ബിൽസ് പേയബിൾ ആർ ദ ലോങ് ടൈം ലയബിലിറ്റീസ്. ലോങ് ടൈം ലയബിലിറ്റീസ് ആർ പേയബിൾ ആഫ്റ്റർ എ പീരിയഡ് ഓഫ് 1 year. ഒരു ദീർഘ ബാധ്യതയാണ് ലോങ് ടൈം ലയബിലിറ്റീസ് എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾ മോർഗേജ് ലോൺ, ഡിബഞ്ചേഴ്സ്, നമ്മൾ പണയം വെച്ച് ലോൺ എടുക്കുക, ഇതെല്ലാം എന്താണ്? ലോങ് ടൈം ലയബിലിറ്റീസ് ആണ്. അപ്പോൾ ലയബിലിറ്റീസ് ആർ ടു ഹെഡ്സ് അണ്ടർ ടു ഹെഡ്സ്. ഷോർട്ട് ടൈം ലയബിലിറ്റീസ് ദാറ്റ് ആർ ഡ്യൂ ആൻഡ് പേയബിൾ വിത്തിൻ എ ഷോർട്ട് പീരീഡ്. Long time liabilities due and payable after 1 year. Examples: short time liabilities, creditors and bills payable, and long time liabilities example എന്താണ്? മോർഗേജ് ലോൺസ് ആൻഡ് ഡിബഞ്ചേഴ്സ്. അടുത്ത ഒരു ടേമിലേക്ക് പോകുന്നു, അസറ്റ്സ്. അസറ്റ്സ് നമുക്കേവർക്കും ബാധ്യത മാത്രമല്ല ആസ്തിയുമുണ്ട്. ആസ്തിയുടെ ഇംഗ്ലീഷ് വാക്കാണ് അസറ്റ്സ്, അല്ലെങ്കിൽ അസറ്റ്സിൻ്റെ മലയാളം വാക്കാണ് ആസ്തി. ക്യാഷ് ഓർ എനി വാല്യുബിൾ ഓൺഡ് ബൈ ദ ബിസിനസ്. ക്യാഷ് ഓർ എനി വാല്യുബിൾ ഓൺഡ് ബൈ ദ ബിസിനസ് that can be converted into cash or anything beneficial to the future operation of business can be termed as assets. അതായത് ബിസിനസ്സിൻ്റെ ഭാവി പ്രവർത്തനങ്ങൾക്ക് ഗുണകരമായ അല്ലെങ്കിൽ ഭാവിയിൽ ക്യാഷായി കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ബിസിനസ്സിൻ്റെ ഉടമസ്ഥയിലുള്ള വാല്യുബിളായിട്ടുള്ള ഏതൊരു സംഗതിയെയും ബിസിനസ്സിൻ്റെ ഉടമസ്ഥയിലുള്ള വാല്യുബിളായിട്ടുള്ള ഏതൊരു തിങ്ങിനെയും അല്ലെങ്കിൽ ക്യാഷിനെയും നമുക്ക് എന്തെന്ന് വിളിക്കാം? അസറ്റ്സ് എന്ന് വിളിക്കാം. എക്സാമ്പിൾ എന്തൊക്കെയാണ്? ലാൻഡ്, ബിൽഡിങ്, മെഷീനറി, ഫർണിച്ചർ, സ്റ്റോക്ക്, ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, ഇതെല്ലാം ഇതിൻ്റെ എക്സാമ്പിളാണ്. നമ്മളെപ്പോഴും അഭിമാനം കൊള്ളുന്നതായ സംഗതിയാണ്. എനിക്ക് ഇത്ര ആസ്തിയുണ്ട്, എനിക്ക് 50 ലക്ഷത്തിൻ്റെ ആസ്തിയുണ്ട്, അല്ലെങ്കിൽ എനിക്ക് 1 കോടിയുടെ ആസ്തിയുണ്ട്. അപ്പോൾ എന്താണ് അസറ്റ്സ് അല്ലെങ്കിൽ ആസ്തി? ക്യാഷ് ഓർ എനി വാല്യുബിൾ ഓൺഡ് ബൈ ദ ബിസിനസ്. ബിസിനസ്സിൻ്റെ ഉടമസ്ഥയിലായിരിക്കണം. ദാറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ്. ഇത് ഭാവിയിൽ എന്തായി കൺവേർട്ട് ചെയ്യാൻ പറ്റണം? ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റണം. ഓർ എനിത്തിങ് ബെനിഫിഷ്യൽ ടു ദ ഫ്യൂച്ചർ ഓപ്പറേഷൻ, അല്ലെങ്കിൽ ഭാവി പ്രവർത്തനങ്ങൾക്ക് ഇത് ഗുണകരമായി തീരണം. ഇതിനെയാണ് അസറ്റ്സ് എന്ന് വിളിക്കുന്നത്. അസറ്റ്സ് ഡിവൈഡഡ് അണ്ടർ ടു ഹെഡ്സ്. ഫിക്സഡ് അസറ്റ്സ്, അസറ്റ്സ് വിച്ച് ആർ അക്വയർഡ് ആൻഡ് എംപ്ലോയ്ഡ് ബൈ ബിസിനസ് കൺസേൺ ഫോർ ലോങ്ങർ പീരീഡ് ഓഫ് ടൈം. ഒരു ലോങ്ങർ പീരീഡ് ഓഫ് ടൈമിൽ വാങ്ങുന്ന അസറ്റിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഫിക്സഡ് അസറ്റ് എന്ന് വിളിക്കാം. ലോങ്ങർ പീരീഡ് ഓഫ് ടൈം. എക്സാമ്പിൾ, നമ്മൾ വീട് വെക്കുന്നു, അല്ലെ നമ്മൾ മെഷീനറി വാങ്ങുന്നു, നമ്മൾ TV വാങ്ങുന്നു. ഇതൊക്കെ ഒരു ലോങ് പീരീഡ് ഓഫ് യൂസിനുള്ള അസറ്റ്സ് ആണ്. ഇതിനെ ഫിക്സഡ് അസറ്റ്സ് എന്ന് വിളിക്കാം. അസറ്റ്സ് വിച്ച് ആർ അക്വയർഡ് ആൻഡ് എംപ്ലോയ്ഡ് ബൈ ബിസിനസ് കൺസേൺ ഫോർ ലോങ് പീരീഡ് ഓഫ് ടൈം. ഒരു ലോങ് പീരീഡ് ഓഫ് വ്യൂവിൽ വാങ്ങുന്ന അസറ്റ്സിനെ നമ്മൾ വീട് വയ്ക്കുന്നു, നമ്മൾ TV വാങ്ങുന്നു, നമ്മൾ വാഷിംഗ് മെഷീൻ വാങ്ങുന്നു, നമ്മൾ ഫ്രിഡ്ജ് വാങ്ങുന്നു. ഇതെല്ലാം ഒരു ലോങ് ടൈം വ്യൂവിലുള്ള അസറ്റ്സ് ആണ്. ദ അസറ്റ്സ് വിച്ച് ആർ അക്വയർഡ് ആൻഡ് എംപ്ലോയ്ഡ് ഉപയോഗിക്കുന്നു ബൈ ബിസിനസ് കൺസേൺ ഫോർ ലോങ് പീരീഡ് ഓഫ് ടൈം, ദാറ്റ് ഈസ് നോൺ ആസ് എ ഫിക്സഡ് അസറ്റ്. എക്സാമ്പിൾ, മെഷീനറീസ് ആൻഡ് ബിൽഡിംഗ്. ആൻഡ് ദെൻ ദ കറന്റ് അസറ്റ്സ്, the assets which held for a short period. Assets which held for a short period. ഒരു ഷോർട്ട് പീരീഡിലുള്ള അസറ്റിനെ നമ്മൾ എന്തെന്ന് വിളിക്കാം? കറന്റ് അസറ്റ് എന്ന് വിളിക്കാം. ദാറ്റ് മീൻസ് ദ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം. എക്സാമ്പിൾ, ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, ഓർ സ്റ്റോക്ക് ഓഫ് ഗുഡ്സ്. റബ്ബർ ഷീറ്റ്, നമ്മുടെ വീട്ടിൽ ഇരിക്കുന്ന റബ്ബർ ഷീറ്റ്, നമ്മുടെ ബാങ്കിൽ കിടക്കുന്ന പൈസ, നമ്മുടെ കയ്യിലിരിക്കുന്ന ക്യാഷ്, ഇതെല്ലാം എന്താണ്? കറന്റ് അസറ്റ്സ് ആണ്. ദാറ്റ് മീൻസ് വിച്ച് ക്യാൻ ബി കൺവേർട്ടഡ് ഈസിലി ഇൻ ടു ക്യാഷ്. That asset is known as the current assets. For example, cash in hand, cash at bank, stock of goods, and the
two types of assets, the fixed assets, the long time view, the short time period of assets, that is the current assets and the example, and the assets can be classified into another classification of assets, that means the tangible or real assets and the intangible assets. Tangible assets, these are the assets which can be touched, seen or felt. നമുക്ക് തൊട്ട് നോക്കാൻ പറ്റുന്ന, നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് കാണാൻ പറ്റുന്ന, നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്ന അസറ്റിനെയാണ് ടാഞ്ചിബിൾ അസറ്റ് എന്ന് വിളിക്കുന്നത്. വിച്ച് ക്യാൻ ബി ടച്ച്, സീൻ ആൻഡ് ഫൾട്ട്. Example, a machinery, stock of goods and furniture. And the intangible assets, these are assets which cannot be touched, seen or felt. നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റാത്ത, നമുക്ക് കാണാൻ പറ്റാത്ത, നമുക്ക് ഫെൽറ്റ് ചെയ്യാൻ പറ്റാത്ത അസറ്റിനെയാണ് എന്തൊരു അസറ്റ് എന്ന് വിളിക്കുന്നത്? ഇൻടാഞ്ചിബിൾ അസറ്റ്, വിച്ച് cannot be touched, seen and felt. For example, goodwill, that means the good name or reputation or trademark. കൊക്കക്കോളയ്ക്ക് ഒരു ട്രേഡ് മാർക്കുണ്ട്, പെപ്സിക്ക് ഒരു ട്രേഡ് മാർക്കുണ്ട്, ബോംബെ ഡൈനിങ്ങിന് ഒരു ട്രേഡ് മാർക്കുണ്ട്. That is the intangible assets which cannot be touched, which cannot be seen or which cannot be felt. That type of asset is known as the intangible assets. ഇത്തരമുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കുക. ഇപ്പോൾ പറഞ്ഞത് എന്താണ് അസറ്റ്സ് ആൻഡ് ദ ക്ലാസിഫിക്കേഷൻ. അസറ്റ്സ് ആർ ക്യാഷ് ഓർ എനി വാല്യുബിൾ തിങ് which can be converted into cash or beneficial to the future operation. That is not the assets. നമ്മളെല്ലാം ജീവിക്കുന്നത് അസറ്റ്സിന് വേണ്ടിയിട്ടാണ്, ആസ്തിക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ പലപ്പോഴും പ്രതിപാദങ്ങളിലൊക്കെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചോദിക്കാറുണ്ട്, നിനക്കെന്ത് ആസ്തിയുണ്ട്? നമ്മൾ ആസ്തി നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി പല ജോലിയിൽ നമ്മൾ ഏർപ്പെടുന്നത്. അസറ്റ്സ് ടു ഡിവിഷൻസ്. ദ ഫസ്റ്റ് ഡിവിഷൻ ദ ഫിക്സഡ് അസറ്റ്സ്, long time viewable assets, the current assets and the example, and then the tangible assets which can be touched, seen and felt, and the intangible asset which cannot be touched, seen and felt. ഇത്രയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായി ശ്രമിക്കുക. ഇൻടാഞ്ചിബിൾ അസറ്റിൻ്റെ എക്സാമ്പിൾ ഗുഡ്വിൽ ആൻഡ് ട്രേഡ് മാർക്ക്. ഗുഡ്വിൽ മീൻസ് ദ ഗുഡ് നെയിം ഓർ റെപ്യൂട്ടേഷൻ ആൻഡ് ദ ട്രേഡ് മാർക്ക്. എക്സാമ്പിൾസ് ഓഫ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ്. ഇതെല്ലാം എഴുതി തയ്യാറാക്കി മനസ്സിലാക്കുക. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് തയ്യാറാക്കാം. ഇത് നമ്മൾ എഴുതാത്ത കാര്യങ്ങളൊക്കെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസൊക്കെ വരാം. അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ചൊക്കെ ഒരു ഏകദേശം ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനായി എളുപ്പമായിരിക്കും. ഇതിൻ്റെ ജേണൽ, ലെഡ്ജർ, ട്രയൽ ബാലൻസ് ആൻഡ് ദ ഡബിൾ ക്യാഷ് ബുക്ക് ആൻഡ് ദ സിംഗിൾ കോളം ആൻഡ് ഡബിൾ കോളം ക്യാഷ് ബുക്ക് ആൻഡ് ദ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ദ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്സ് ആൻഡ് ദ ബാലൻസ് ഷീറ്റ് ആൻഡ് ദ ക്യാഷ് ഫ്ലോ ആൻഡ് ദ ഫണ്ട് ഫ്ലോ. ഇതൊക്കെയാണ് നിങ്ങളുടെ സിലബസിലുള്ളതെന്ന് തോന്നുന്നു. ഇതൊക്കെ ഇതിൻ്റെ പ്രോബ്ലം ഭാഗമൊക്കെ വരുമ്പോൾ നമ്മൾ അത്യാവശ്യം വീഡിയോ ക്ലാസ്സും കൂടെ അറേഞ്ച് ചെയ്യും. നിങ്ങൾ പരമാവധി കാര്യങ്ങൾ മനസ്സിലാക്കാനായി ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞു, ആ നമ്പറിൽ വേണം വിളിക്കാൻ. വിളിച്ച് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം വിളിച്ചാൽ മതി. ഞാനൊരു ഫുൾ ടൈം പാരലൽ കോളേജ് അധ്യാപകനാണ്. എല്ലായിടവും അക്കൗണ്ടിങ് തന്നെയാണ് എടുക്കുന്നത്. എന്നാൽ ഇപ്പോൾ ലോക്ക്ഡൗണിൻ്റെ ഭാഗമായിട്ട് കോളേജുകളൊക്കെ അടഞ്ഞ് കിടക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട ഡൗട്ടുകളുണ്ടെങ്കിൽ നമുക്ക് പ്രോബ്ലം ഭാഗം എടുക്കുമ്പോൾ വിശദമായി തന്നെ ചർച്ച ചെയ്യാം. ഈ ഓൺലൈൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാനായി ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു. ബാലൻസ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.